ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ട്രിപ്പ് യാതൊരു പ്ലാനിങ്ങും ഇല്ലാത്ത ട്രിപ്പാട്ടോ. കാരണം നമ്മൾ പെട്ടെന്ന് തോന്നി ഇറങ്ങിയതാണ്. ഇന്ന് പോകുന്നത് മേഘമലയ്ക്കാണ്. നമ്മൾ രാവിലെ 6 മണിക്ക് തന്നെ ഇറങ്ങിട്ടോ. കാരണം ഇതൊരു വൺ ഡേ ട്രിപ്പായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. കാരണം ഒട്ടും പ്ലാനിങ് ഇല്ലയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ രാവിലെ പോകുന്നത് നെടുങ്കണ്ടം വഴിയാണ്. തിരിച്ച് നമ്മൾ വേറെ ഏതെങ്കിലും റൂട്ട് പിടിക്കാമെന്നാണ് വിചാരിക്കണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സ്ഥലവും കൂടി കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ പിന്നെ മേഘമല ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആയിരിക്കുന്നത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് അല്ലാണ്ട് കിട്ടിയൊരു പോയിൻ്റ് ആട്ടോ ഇതാണ് കൈലാസം വാട്ടർഫാൾസ്. വലിയ വെള്ളച്ചാട്ടം എന്ന് പറയാനൊന്നുമില്ല, കാരണം മഴയൊക്കെ പെയ്ത് തുടങ്ങിയുള്ളതുകൊണ്ട് തന്നെ ചെറുതായിട്ട് വെള്ളമൊക്കെ ഒഴുകുന്നുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയായിരുന്നു കേട്ടോ. നമുക്കൊരു ബോണസ് പോയിൻ്റാണിത്. കാരണം ചെറുതായിട്ട് നമ്മളങ്ങനെ വിചാരിച്ചിറങ്ങിയ ഒരു സ്ഥലമൊന്നുമല്ല. ചെറിയൊരു പച്ചപ്പൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി പോന്നപ്പോൾ കണ്ട ഒരു ഇതാണ്. പച്ചപ്പ് എന്താ പറയാൻ വേണ്ടി വന്ന് നോക്കിയത്, അപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലൊരു സ്പോട്ട് തന്നെയായിരുന്നു കേട്ടോ ഇത്. ചെറുതായിട്ട് വെള്ളമൊക്കെ ഉള്ളെങ്കിലും നമുക്ക് രാവിലെ തന്നെ ആയതുകൊണ്ട് ചെറിയൊരു ചൂടും ചെറിയ വെയിൽ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ നല്ല രസമായിട്ടൊരു വെള്ളച്ചാട്ടം, തട്ടായിട്ട് വരുന്നൊരു വെള്ളച്ചാട്ടമാണ്. താഴേക്ക് നല്ലൊരു അത്യാവശ്യം നല്ല താഴ്ചയിലുള്ളൊരു വെള്ളച്ചാട്ടം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല മലയും കാര്യങ്ങളൊക്കെ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം അധികം ഫേമസ് ആയിട്ടുള്ളതാണോ നമുക്കറിയില്ല, കാരണം നമ്മൾ ആദ്യമായിട്ടാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ മേഘമലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മഹാരാജമേടാണ് പോയത്. മഹാരാജമേടെന്ന് പറഞ്ഞാൽ വണ്ടി നമുക്ക് മുകളിൽ കയറി പോവില്ല. താഴെ വണ്ടി ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൊക്കെ കയറി ചെറിയൊരു കയറ്റമൊക്കെ കയറി വേണം പോകാനായിട്ട്. പക്ഷെ എന്നാലും ഒരു രസമായിരുന്നു കേട്ടോ. മേഘമല എന്ന് പറഞ്ഞാൽ മലയെ മേഘം തൊട്ട് നിൽക്കുന്ന മല മേഘം തൊട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് തന്നെയാണിത്. നമുക്കിവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 6 മണി മുതൽ 6 മണി വരെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് ചെക്ക് പോസ്റ്റിൽ നമുക്ക് ചെക്കിങ് വരുമ്പോൾ പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പ്ലാസ്റ്റിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്കിങ്ങിൻ്റെ സമയത്ത് നമ്മൾ അതിൻ്റെ അവിടെ കളഞ്ഞിട്ട് വേണം വരാനായിട്ട്. ഇതാണ് കേട്ടോ മഹാരാജമേട്. അത്യാവശ്യം ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മേഘം തൊട്ട് നിൽക്കുവാണോ എന്ന് നമുക്ക് തോന്നും. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. അതുപോലെ തന്നെ നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ട് പോയതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോരോ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പം നമ്മൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. എല്ലാവരും കയറി മുകളിൽ വന്നിട്ട് നല്ല ഇങ്ങനെ ഇരിക്കാനും കാറ്റ് കൊള്ളാനൊക്കെ ആയിട്ട് നല്ല കാറ്റാണ് അവിടെ. ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് ഇവിടെ. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫുഡ് നമുക്ക് കിട്ടില്ല കേട്ടോ. ഇവിടെ എങ്ങും ഹോട്ടലോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് മഹാരാജമേടിന് അല്ലെങ്കിൽ മേഘമലയ്ക്ക് ചെക്ക് പോസ്റ്റ് കയറുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാവില്ല. ഒന്നുകിൽ കൈ പിടിച്ചിട്ട് വരിക, ഇല്ലെങ്കിൽ കഴിച്ചിട്ട് കയറി വരിക. അതാണ് മേഘമലയിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദാഹവും വിശപ്പും ഒക്കെ മറന്നു പോകും. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ. വെയിലും തണലും ഇങ്ങനെ മാറി വരും. നമ്മൾ നോക്കി നിൽക്കേ വെയിൽ വരും, തണലാവും. കാരണം നമുക്കങ്ങനെ ബുദ്ധിമുട്ട് വെയിലിൻ്റെ ഇത്രയും നല്ലൊരു ഇതാണെങ്കിൽ നമുക്ക് വെയിലിൻ്റേതായ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇവിടെ കുറച്ച് സ്ഥലത്ത് വെയിൽ, കുറച്ച് സ്ഥലത്ത് തണൽ, അങ്ങനെയൊക്കെയാണ്. ഇതാണ് ഏറ്റവും മേഘമലയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള സ്ഥലത്താട്ടോ. മഹാരാജമേട് തന്നെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നല്ല കാറ്റാണ് ഇവിടെ നിന്നുണ്ടെങ്കിൽ താഴോട്ട് വീഴുമോ നമുക്ക് തോന്നും. അതുപോലെ കാറ്റാണ്. നല്ല മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. നമുക്കൊരിക്കലും മിസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ പെട്ടെന്ന്. കാരണം 6 മണിക്ക് മുമ്പ് തിരിച്ചിറങ്ങാറുള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങി പോന്നു. നമ്മൾ പോകുന്നത് പൂപ്പാറ വഴിയാണ്. അതുകൊണ്ട് തന്നെ കുറേ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കിടയും ഒക്കെയാണ് നമ്മൾ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ യാത്രയായിരുന്നു കേട്ടോ. ശരിക്കും നമുക്ക് ഒരു ദിവസം പോയി അത് നമ്മൾ അറിഞ്ഞേയില്ല. അത്ര മനോഹരമായിട്ട് നമ്മൾ എല്ലാ സ്ഥലങ്ങളും കണ്ട് തിരിച്ചു പോന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു. എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. നമുക്കൊട്ടും മടുപ്പില്ല. കാരണം ഈ പൂപ്പാറ വഴിയൊക്കെ പോകുമ്പോൾ വെച്ചാൽ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തണുപ്പായിരുന്നു. ഓക്കെ, താങ്ക് യു.